സിസ്റ്റത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർട്ടിനൈറ്റ് ഫയർവാൾ എങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഫോർട്ടിനൈറ്റിൻ്റെ 30E എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതൊരു ബേസിക് ലെവൽ മോഡലാണ്. അപ്പോൾ ഇതിനെ കുറച്ച് നാളായിട്ട് അപ്ഡേറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു മോഡലാണ്. സോ ഞാനിത് ഇപ്പോൾ എൻ്റെ കറൻറ്റ് വേർഷൻ എന്ന് പറയുന്നത് 5.4 ആണ്. ഇതിനിപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻസ് ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് ഡയറക്റ്റ്ലി ഹയർ വേർഷൻസിലൂടെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻ കേസ് നമ്മളങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് ക്രാഷ് ആവാനോ ഡാമേജ് ആവാനോ സാധ്യതയുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഓൾറെഡി ഫയലെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഡാഷ്ബോർഡിലാണുള്ളത്. നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ നമുക്കിവിടെ ഓപ്ഷൻ കാണിക്കും. സോ ഞാനത് കൊടുക്കുകയാണ്, അപ്ഡേറ്റ്സും കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ ഫയൽ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ. സോ വേർഷൻ 5 ആണ്. അതിൻ്റെ ബിൽഡ് വേർഷൻ എന്ന് പറയുന്നത് 1183 ആണ്. ഞാനത് ചൂസ് ചെയ്തു. സോ ഇപ്പം ഞാൻ ഓൾറെഡി ഞാൻ ബാക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കപ്പ് എടുക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ബാക്കപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കപ്പ് ഡൗൺലോഡ് ആയി വരും. ഓക്കെ, സോ ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ബാക്കപ്പ് എടുത്തുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി അപ്ഗ്രേഡ് കൊടുക്കുകയാണ്. സോ അപ്ഗ്രേഡ് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് അത് റീബൂട്ടായി സിസ്റ്റം റീബൂട്ടായിട്ട് വരുമ്പോഴാണ് നമുക്ക് അപ്ഗ്രേഡേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് കൊടുക്കാം. നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റത്തിലോട്ട്. നമ്മൾ സിസ്റ്റം ഒന്ന് റീബൂട്ട് ആവും. സോ അതുവരെ അത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സിസ്റ്റം റിബൂട്ട് ആവുന്നവരെ ഞാൻ നമ്മളുടെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ സിസ്റ്റം റിബൂട്ടായി വന്നിട്ടുണ്ട്. പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പുതിയ ഫേംവെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കി കാണാൻ പറ്റും. 5.4.4 ആയിരുന്നു നേരത്തെ. ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് 5.4.8 ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇനി ഒരു സ്റ്റെപ്പും കൂടെ നമ്മളിതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് കൂടെ നമ്മൾ ഇതിന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഫയൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഫയല് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് അടുത്ത നെക്സ്റ്റ് വേർഷൻ ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 5.4.13 ഓക്കെ,
സോ വീണ്ടും ഞാനിവിടെ അപ്ഡേറ്റ് ചൂസ് ചെയ്യാണ്. സോ ചൂസ് സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇവിടെ ഒരു ചേഞ്ചസ് വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഞാൻ വീണ്ടും ബ്രൗസ് കൊടുത്ത് ഫയൽ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ നേരത്തെ നമ്മളുടെ ബൾട്ടിൻ വേർഷൻ 1183 ആയിരുന്നു. സോ ഇപ്പോൾ നമ്മളുടെ ബൾട്ടിൻ വേർഷൻ വന്ന് 1226 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്കപ്പ് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല ഈ വേർഷൻ മുതൽ. ഓക്കെ, സോ അപ്പോൾ ഞാൻ ബാക്കപ്പ് ആൻഡ് അപ്ഗ്രേഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേർഷൻസ് ബാക്കപ്പ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡൗൺലോഡ് ആവും. ഇവിടെ നമ്മളുടെ ഇമേജ് ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അഗെയിൻ സെയിം സിസ്റ്റം തന്നെയാണ്. ഇത് റിബൂട്ടായി വരാൻ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ സമയം എടുക്കും യൂഷ്വലി. ഓക്കെ, സോ ഞാൻ വീണ്ടും വീഡിയോ ഒന്ന് പോസ് ചെയ്യാണ്. ഓക്കെ, സോ റിബൂട്ടായി വന്നതിന് ശേഷം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ സിസ്റ്റം റിബൂട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു പേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. സിസ്റ്റം റിബൂട്ടായി വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സിസ്റ്റം റിബൂട്ട് ആവുന്നതുകൊണ്ട് അപ്പോൾ സീസസ് ടെക് ഓൺലൈൻ ഓഫ്ലൈൻ ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ഓൾ ഇന്ത്യ ലെവലിൽ. ഓക്കെ, ഓൾ കേരള ലെവലിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനും ഈ കേരളത്തിന് പുറത്തോട്ടാണെങ്കിൽ ഓൺലൈനായിട്ടും ടെക്നിക്കൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അത് ഡീറ്റെയിൽസുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടെക്നിക്കൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്തതാണ്. കേരളത്തിലാണെങ്കിൽ ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. കേരളത്തിന് പുറത്തോട്ടാണെങ്കിൽ ഓൺലൈൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ തൽക്കാലത്തേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫയർവാൾ രണ്ടാമത്തെ അപ്ഡേഷനും കഴിഞ്ഞ് റീബൂട്ടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 5.4.4 ആയിരുന്നു നമ്മളുടെ നേരത്തെ വേർഷൻ. ഇപ്പോൾ അത് 5.4.8 നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്തത്. ഇപ്പോൾ അത് 5.4.13 നമ്മൾ ലാസ്റ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഇങ്ങനെ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണ് ആക്ച്വലി 14 ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫയർവാളിന് അപ്ഡേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു തവണ പറഞ്ഞിരുന്നു നമുക്ക് സീസസ് ടെക് ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടെക്നിക്കൽ സപ്പോർട്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിനകത്താണെങ്കിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനും, കേരളത്തിന് പുറത്തോട്ടാണെങ്കിൽ ഓൺലൈൻ സപ്പോർട്ട്സ് മാത്രമാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഏതൊരു നെറ്റ്വർക്ക് ഡിവൈസസ് ആണെങ്കിലും എന്ത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണെങ്കിലും കോൺഫിഗറേഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ, CCTV ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ, IT ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ, എല്ലാ തരത്തിലുള്ള ടെക്നോളജി ബേസ് ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും സീസസ് ടെക്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ത്രൂ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ വൺസ് അഗെയിൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള
ഇതുപോലത്തെ വീഡിയോ ട്യൂട്ടോറിയൽസോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ റെക്കമെൻഡ്സോ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു.